ഹായ് ഓൾ. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. എക്സ് വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര എൻ എന്ന രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ പി എന്ന് പറഞ്ഞാൽ ഒരു ട്രയലിൽ വരുന്ന പ്രോബബിലിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പിയും ക്യൂയും ആഡ് ചെയ്താൽ 1 എന്ന വാല്യൂ ആണ് റിസൾട്ട്. ക്യൂ കാണാൻ 1 - p ചെയ്താൽ മതി. പിന്നെ നമ്മളൊരു പ്രത്യേകത പറഞ്ഞിരുന്നു, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് സീരീസിൽ വരുന്നതാണ്. ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിരുന്നു. ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഇവിടെ ഏതിലെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് വൺ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മുടെ കഴിഞ്ഞ ചാപ്റ്റർ ഉണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നൊരു ചാപ്റ്ററാണ് ഇത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ, എന്താണ് അതിൻ്റെ യൂസ് എന്ന് നോക്കാം. ഇൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ n ഈസ് ഫൈനൈറ്റ്. നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു, ഡിസ്ക്രീറ്റ് സീരീസിൽ വരുന്നതാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ n-ൻ്റെ വാല്യൂ എപ്പോഴും ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. എന്ന് വെച്ചാൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള നമ്പറാണ് അതിൽ തരുന്നത്. ഓക്കെ, so it is possible to count the number of times an event occurs and the number of times it does not occur. അതുകൊണ്ട് തന്നെ n-ന്റെ വാല്യൂ ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ അവിടെ എത്ര തവണ ഓരോ ഈവൻറ്റും സംഭവിക്കുന്നുണ്ട്, എത്ര തവണ ഓരോ ഈവൻറ്റും സംഭവിക്കാതിരിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാൻ സാധിക്കും. സപ്പോസ് ആൻ ഈവൻറ്റ് ഈസ് റയർ. ചില ഈവൻറ്റുകൾ റയറാണ്, നമുക്കറിയാം. അതെ, റയറായിട്ട് സംഭവിക്കുന്ന ചില ഈവൻറ്റുകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ എ റോഡ്. റോഡിൽ സംഭവിക്കുന്ന ആക്സിഡൻറ്റ്സ് എപ്പോഴും എന്നും ആക്സിഡൻറ്റ് ഉണ്ടാവാറുണ്ടോ? ഇല്ല. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെയാണ് ആക്സിഡൻറ്റ് സംഭവിക്കാറ്, അല്ലേ? അപ്പോൾ ആ ആക്സിഡൻറ്റ് എന്ന് പറയുന്ന ആ ഈവൻറ്റ് റയറായിട്ട് സംഭവിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ then it may be possible to count the number of times an event occurs but not possible to count the number of times it does not occur. ഈ കേസിൽ നമുക്ക് ഇവിടെ ആ ആക്സിഡൻറ്റ് ഇപ്പോൾ ആഴ്ചയിൽ 2 തവണ ആക്സിഡൻറ്റ് സംഭവിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആഴ്ചയിൽ 2 തവണ ആക്സിഡൻറ്റ് സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാനും കഴിയില്ല, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കേസ് ഓക്കെയാണ്. ഇപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഒരാഴ്ചയിൽ 2 ആക്സിഡൻറ്റ് വരാം. കാരണം വളരെ അപകടം പിടിച്ച ഒരു മേഖലയിലാണ് ഉള്ളത് എങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ പറയാം, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും 2 അപകടമെങ്കിലും ഈ സ്ഥലത്ത് ഉണ്ടാവാറുണ്ട് എന്ന് പറയാറുണ്ട്, അല്ലേ? എന്നാൽ ആഴ്ചയിൽ 2 ആക്സിഡൻറ്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ അവിടെ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ കൗണ്ടിങ് കൃത്യമായിട്ട് ഒരു കേസിൽ നമുക്ക് പറയാൻ കഴിയുന്നില്ല, അല്ലേ? This is because of total number of trials of the experiment is not preciously known. ഇതിന് കാരണം എന്താണ്? അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്, ആ എക്സ്പെരിമെൻറ്റിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നതാണ്. ഓക്കെ, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ സ്യൂട്ടബിൾ ടു സച്ച് സിറ്റുവേഷൻ. അങ്ങനത്തെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ് ഇത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ അതിൻ്റെ വാല്യൂ ഫൈനൈറ്റ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഒരു ഈവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എത്ര തവണ സംഭവിക്കും, എത്ര തവണ സംഭവിക്കില്ല എന്ന് നമുക്ക് അവിടെ കൃത്യമായിട്ട് പറയാൻ കഴിയും. എന്നാൽ ചില റയർ ഈവൻറ്റുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു, എന്താണ്, റോഡിൽ നടക്കുന്ന ആക്സിഡൻറ്റ്സ്. അത് ഇപ്പോൾ ആഴ്ചയിൽ 2 എണ്ണം അല്ലെങ്കിൽ ആഴ്ചയിൽ 3 എണ്ണം അല്ലെങ്കിൽ മാസത്തിൽ 3 എണ്ണം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമെങ്കിലും അത് സംഭവിക്കാതിരിക്കാനുള്ള കൗണ്ടിങ് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ആഴ്ചയിൽ 3 എണ്ണോ അല്ലെങ്കിൽ മാസത്തിൽ 3 എണ്ണോ ആക്സിഡൻറ്റ് സംഭവിക്കില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയാറില്ല. ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം, അല്ലേ? അപ്പോൾ ആ കേസിൽ അവിടെ അതിന് കാരണം എന്താണ്? അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്, ആ എക്സ്പെരിമെൻറ്റിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് എത്രയാണെന്ന് ആദ്യമേ നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ആ കേസിലാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് കേസാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ മേ ബി ഒബ്റ്റൈൻഡ് ആസ് ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ ദ ഫോളോയിങ് കണ്ടീഷൻസ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദ നമ്പർ ഓഫ് ട്രയൽ ഈസ് വെരി ലാർജ്, ദാറ്റ് ഈസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഈ സിമ്പിൾ വായിക്കുന്നത് ഇൻഫിനിറ്റി എന്നാണ്.
അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഈവെന്റിന്റെ നമ്പർ ഓഫ് ട്രയൽസ്, ആ എക്സ്പെരിമെന്റിൽ വരുന്ന നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് വളരെ വലുതാവുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കണം ഇതിൽ വരുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്. അതായത് എന്നിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുക. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായി പോകുന്നത്, അതിനൊരു ലിമിറ്റ് ഉണ്ടാവില്ല. n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വാല്യൂ ആയിരിക്കും. ഇനി അടുത്ത കണ്ടീഷൻ, ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഫോർ ഈച്ച് ട്രയൽ ഈസ് വെരി സ്മാൾ. അതായത് ഓരോ ട്രയലിലും നമ്മൾ പ്രോബിലിറ്റി പറയാറുണ്ടല്ലോ, അതിൽ ഓരോ ട്രയലിലും സക്സസിന്റെ പ്രോബിലിറ്റി വരുമ്പോൾ ആ വാല്യൂ വളരെ ചെറുതായിരിക്കുക. അതായത് p ടെൻസ് ടു 0. p എന്നല്ലേ പ്രോബിലിറ്റി ഓഫ് സക്സസിനെ നമ്മൾ സൂചിപ്പിക്കാറ്. ഇതിന് മുന്നുള്ള പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. അതായത് പിയുടെ വാല്യൂ 0യിലേക്ക് ടെൻഡ് ചെയ്യുന്ന രീതിയിൽ അത്രയും ചെറുതായിട്ടുള്ള വാല്യൂ ആയിരിക്കണം പ്രോബിലിറ്റി ഓഫ് സക്സസ് ഓരോ ട്രയലിനും നമുക്ക് കിട്ടുന്നത്. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ NP ഈസ് ഫൈനൈറ്റ് സേ m. അതായത് NP വാല്യൂ m ഈക്വൽ ടു NP എന്നൊരു ഇക്വേഷൻ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻ ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് ട്രയൽസ് ഈസ് വെരി ലാർജ്, എന്നിന്റെ വാല്യൂ വളരെ വലുതായിരിക്കണം. അതുപോലെ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഫോർ ഈച്ച് ട്രയൽ ഈസ് വെരി സ്മാൾ, പിയുടെ വാല്യൂ വളരെ ചെറുതായിരിക്കും. അതുപോലെ NP ഈസ് ഫൈനൈറ്റ്. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Therefore, Poisson distribution can be stated in the following manner. Let the probability for success in a single trial of a random experiment is very small, that is p tends to 0, and the experiment be repeated larger number of times and tends to infinity. അപ്പോൾ പ്രോബിലിറ്റി ഫോർ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്, ഒരു റാൻഡം എക്സ്പെരിമെന്റിൽ വരുന്ന പ്രോബിലിറ്റി ഫോർ സക്സസ്, ഒരു സിംഗിൾ ട്രയലിൽ നമുക്ക് കിട്ടുന്ന പ്രോബിലിറ്റി ഫോർ സക്സസ് ഇതിന്റെ വാല്യൂ വളരെ ചെറുതായിരിക്കുക. അതായത് പിയുടെ വാല്യൂ 0യിലേക്ക് ടെൻഡ് ചെയ്യുന്ന രീതിയിൽ വളരെ വളരെ ചെറുതായിരിക്കുക. അതുപോലെ ആൻഡ് ദ എക്സ്പെരിമെന്റ് ബി റിപ്പീറ്റഡ് ലാർജർ നമ്പർ ഓഫ് ടൈംസ്, ആ എക്സ്പെരിമെന്റിന്റെ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വലിയ സംഖ്യ ആയിരിക്കുക. ആൻഡ് ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അങ്ങനത്തെ കേസിൽ then the probability for x success out of n trial is given by. അപ്പം അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ p of x is equal to e raised to minus m raised to x divided by x factorial എന്നായിരിക്കും. This law is called Poisson law. ഈ ലോനെ എന്ത് വിളിക്കാം? Poisson law എന്ന് പറയണം. ഇനി ഈ തന്നിരിക്കുന്ന ഈ സെന്റൻസ് ആണ് നിങ്ങൾ നന്നായി പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കാം, വാട്ട് ഈസ് മീൻ ബൈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഡിഫൈൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ ചോദിക്കാറുണ്ട് 2 മാർക്കിന്. അപ്പോൾ നിങ്ങൾ ഈ സെന്റൻസ് അങ്ങ് എഴുതി വെച്ചാൽ മാർക്കായി. ഇത്രയേ ഉള്ളൂ. എന്താണ് അതിന്റെ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടി വായിക്കാം. ലെറ്റ് ദ പ്രോബിലിറ്റി ഫോർ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് വെരി സ്മാൾ, ദാറ്റ് ഈസ് p ടെൻസ് ടു 0, ആൻഡ് ദ എക്സ്പെരിമെന്റ് ബി റിപ്പീറ്റഡ് ലാർജർ നമ്പർ ഓഫ് ടൈംസ്. എക്സ്പെരിമെന്റ് ഒരുപാട് തവണ ആവർത്തിച്ച് വരുന്ന രീതിയിൽ, അതായത് എന്നിന്റെ വാല്യൂ വളരെ വലുതായിരിക്കണം. then the probability for x success out of this n trial is given by. അപ്പോൾ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, p of x is equal to e raised to minus m raised to x divided by x factorial. This law is called Poisson law. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ കാണാതെ പഠിച്ചിരിക്കണം. ഇത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത്. p of x is equal to e raised to minus m raised to x divided by x factorial. ഇവിടെ m എന്ന് പറയുന്നത് ഇവിടുത്തെ പാരാമീറ്റർ ആണ്. പാരാമീറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ തന്നെയാണ്. സോ അതിനെ എന്ത് വിളിക്കാം? പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ എന്ന് പറയാം. ഓക്കെ, ഇനി മീനിങ് ആൻഡ് ഡെഫിനിഷൻ. അപ്പോൾ ഈ നോട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഇതിൽ ഈ അണ്ടർലൈൻ ചെയ്തത് മാത്രം എഴുതിയാലും വായിച്ചാലും മതി. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം, മനസ്സിലാവാൻ വേണ്ടി മാത്രം. പക്ഷേ ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, ഇക്വേഷനും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനി മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം, നിങ്ങളും വായിച്ചു പോയാൽ മതി. എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ഫോളോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ഇറ്റ്സ് എ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, PDF എന്നതിനെ ഷോർട്ടാക്കി പറയും. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, അതിന്റെ ഇക്വേഷനെയാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. p of x is equal to e raised to minus m raised to x divided by x factorial for x assuming values 0, 1, 2, etc. ഇവിടെ m എന്നത് പാരാമീറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. ഈ xന് നമുക്ക് വാല്യൂ കൊടുക്കാവുന്നത് 0, 1, 2 എന്ന വാല്യൂസ് ആണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 0 ഉൾപ്പെടുന്ന തുടങ്ങുന്ന, 0യും കൂടി ഉൾപ്പെടുന്ന 1, 2, 3 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സും കൂടി ഉൾപ്പെടുന്ന നമ്പേഴ്സ് ആണ് എക്സിന് വാല്യൂസ് ആയിട്ട് കൊടുക്കാറ്.
Poisson distribution may be expected in cases where the chances of happening of any individual event is small. So the distribution is used to describe the behavior of rare events. ഈ ടൈപ്പിലുള്ള പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? റയർ ഈവൻസിന്റെ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. Therefore it is called the law of improbable events. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയുന്നു? ലോ ഓഫ് ഇംപ്രോബബിൾ ഈവൻസ് എന്ന് പറയുന്നു. ഇനി എക്സിന് ഏതൊക്കെ വാല്യൂസ് പുട്ട് ചെയ്യാം? 0, 1, 2, 3 etc. in the probability function. അവിടെ ഇക്വേഷൻ എന്താണ്? P of x equal to e raised to minus m raised to x divided by x factorial. We obtain the probabilities for 0, 1, 2, 3 etc. times the event to happen. Okay. അപ്പോൾ ഈ ഡെഫിനിഷനും ഈ ഇക്വേഷനും നന്നായി പഠിച്ചിരിക്കണം. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ If we know m, all the terms of the Poisson distribution can be obtained. M is the parameter of the Poisson distribution. Poisson distribution parameter value ആണ് m എന്ന് പറയുന്നത്. It is the mean of the Poisson distribution. m എന്ന് പറഞ്ഞാൽ നമുക്കറിയാം mean എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയി m അല്ലേ? അപ്പോൾ Poisson distributionന്റെ മീനിനെയാണ് m എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? m ഈക്വൽ ടു np എന്നാണ്. ക്ലിയർ ആണല്ലോ? ഇനി യൂസസ് ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ മൊത്തം നോട്ട് വായിക്കുന്നുണ്ട്. നിങ്ങൾ എഴുതിയെടുക്കേണ്ടത് ഈ അണ്ടർലൈൻ ചെയ്ത നോട്ട്സ് മാത്രം എഴുതിയാൽ മതി. വായിക്കുമ്പോൾ മൊത്തത്തിൽ ബുക്കുള്ളവർ മൊത്തത്തിൽ വായിക്കുക കേട്ടോ. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് ദ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് where the probability of occurrence of the event is very small and the total number of possible cases is sufficiently large. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡിസ്ക്രീറ്റ് റാൻഡം വാരിയബിൾസ് ടൈപ്പിലുള്ള അതിൻ്റെ ബിഹേവിയർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അവിടെ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഈവന്റ് ഈസ് വെരി സ്മോൾ. അവിടെ ആ ഓരോ ഈവന്റും സംഭവിക്കുന്നതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്ന ആ പ്രോബിലിറ്റി വാല്യൂ വളരെ ചെറുതാവുകയും അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ് വളരെ വലുതാവുകയും ചെയ്യുന്ന കേസിലാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയണം അവിടെ പോയ്സൺ ആണോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ നോർമൽ ആണോ യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇത് ഓർത്ത് വെക്കുക. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ വളരെ വലുതും അതുപോലെ പിയുടെ വാല്യൂ വളരെ ചെറുതുമായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. അങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലെ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ തന്നെ യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഇല്ല. അതല്ല, ചില കേസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്. എന്നിന്റെ വാല്യൂ വളരെ വലുതാവുകയും അതുപോലെ പിയുടെ വാല്യൂ വളരെ ചെറുതാവുകയും വേണം. അങ്ങനത്തെ കേസിലാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന മെത്തേഡ് യൂസ് ചെയ്യുക. ഇനി അടുത്തത് നോക്കൂ. ആസ് സച്ച് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ഫൗണ്ട് ആപ്ലിക്കേഷൻ ഇൻ ക്യൂയിങ് തിയറി, വെയിറ്റിംഗ് ലൈൻ പ്രോബ്ലം ആൻഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഷുറൻസ്, ഫിസിക്സ്, ബയോളജി, എക്കണോമിക്സ്, ഇൻഡസ്ട്രി എക്സെട്ര. അതുപോലെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ചില ഫീൽഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്യൂയിങ് തിയറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഷുറൻസ് ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫിസിക്സ്, എക്കണോമിക്സ്, അതുപോലെ ഇൻഡസ്ട്രി എന്നിങ്ങനെ എല്ലാ ഫീൽഡിലും ഏത് യൂസ് ചെയ്യുന്നുണ്ട്? പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പ്രാക്ടിക്കൽ സിറ്റുവേഷൻ വേർ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി യൂസ്ഡ്. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ഏതൊക്കെയാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ചു പോവുക. അതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇത് മൊത്തം എഴുതിയെടുത്തോളൂ. ടു കൗണ്ട് ദ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് അറൈവിംഗ് അറ്റ് എ ടെലിഫോൺ സ്വിച്ച് ബോർഡ് ഇൻ യൂണിറ്റ് ടൈം. ക്ലിയർ ആണല്ലോ? അതിന് മീനിങ് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തത് ടു കൗണ്ട് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൈവിംഗ് അറ്റ് ദ സൂപ്പർ മാർക്കറ്റ് സേ പെർ ഹവർ. ഒരു മണിക്കൂറിൽ സൂപ്പർ മാർക്കറ്റിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം എണ്ണിത്തിട്ടപ്പെടുത്തുക. അതുപോലെ ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഡിഫക്ട്സ് പെർ യൂണിറ്റ് ഓഫ് മാനുഫാക്ചർഡ് പ്രൊഡക്റ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. അതായത് നമ്മൾ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ ഡിഫക്ട്സ് എന്തൊക്കെയാണ് അത് കൗണ്ട് ചെയ്യുക. അതുപോലെ ടു കൗണ്ട് ദ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസ്ഇൻറ്റഗ്രേഷൻസ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം. അടുത്തത് ടു കൗണ്ട് ദ നമ്പർ ഓഫ് ബാക്ടീരിയസ് പെർ യൂണിറ്റ് ഇൻ ബയോളജി. അടുത്തത് യൂസ് ചെയ്യുന്ന അത് ടു കൗണ്ട് ദ ഡിഫക്റ്റീവ് മെറ്റീരിയൽസ് സേ പിൻസ്, ബ്ലേഡ്സ് എക്സെട്ര ഇൻ എ പാക്കിംഗ് ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ് ബൈ എ കൺസേൺ. അടുത്തത് ടു കൗണ്ട് ദ നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് persons dying due to rare disease such as heart attack in a year. അതും ക്ലിയർ ആണല്ലോ. അടുത്ത ടു കൗണ്ട് ദ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഡേ ഓൺ എ ബിസി റോഡ്. ഈ ടൈപ്പിലുള്ള എല്ലാ ഫീൽഡിലും ഏത് യൂസ് ചെയ്യുന്നുണ്ട്? പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ്ഫുൾ ആണ്. ക്ലിയർ ആയല്ലോ?
അപ്പോൾ ഈ നോട്ട് മൊത്തം ഒന്ന് വായിച്ചു പോകണം. ചില കേസിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്, എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ യൂസസ് എന്ന് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന്. അപ്പോൾ ഇത്രയും നോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ക്ലിയർ? അപ്പോൾ നന്നായി മനസ്സിലാക്കി വായിച്ചു പോവുക. കാണാതെ പഠിക്കണം എന്നൊന്നുമില്ല, എങ്കിലും നന്നായി മനസ്സിലാക്കി വായിച്ചു പോവുക. എന്നിട്ട് എക്സാമിന് വരുമ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ തന്നെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്താ? ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. അടുത്തത്, ഇഫ് എക്സ് ഫോളോസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ദെൻ എക്സ് ടേക്സ് വാല്യൂ 0, 1, 2 എക്സെട്ര ടു ഇൻഫിനിറ്റി. ഇവിടെ എക്സ് പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെ എക്സിന്റെ വാല്യൂസ് എന്താ വരുന്നത്? ഏതൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു? 0, 1, 2 എക്സെട്ര ഇൻഫിനിറ്റി വരെ എടുക്കാം. അത് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി. മൂന്നാമത്തേത്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് എ സിംഗിൾ പാരാമീറ്റർ എം. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഒരേ ഒരു പാരാമീറ്ററേ ഉള്ളൂ. അതെന്താ? എം ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. വെൻ എം ഈസ് നോൺ ആസ് നോൺ, ഓൾ ദ ടേംസ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. ഓക്കെ, മീൻ ആൻഡ് വാരിയൻസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു എം. നമുക്കറിയാം ഇവിടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വാരിയൻസും എന്തിന് ഈക്വൽ ആണ്? എമ്മിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ അടുത്ത പ്രോപ്പർട്ടി, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ പോസിറ്റീവ്ലി സ്ക്യൂവ്ഡ് ഡിസ്ട്രിബ്യൂഷൻ. പോസിറ്റീവ്ലി സ്ക്യൂവ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കൂ. ഒരു ചെറിയ നോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, +2 സയൻസ് എടുത്തവർക്ക് കൃത്യമായിട്ട് അറിയണ്ടാവും. ഇത് വായിക്കുന്നത് എക്സ് ഫാക്ടോറിയൽ എന്നാണ്. എന്താണ് ഈ എക്സ് ഫാക്ടോറിയൽ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? എക്സ് ഇൻറ്റു പിന്നെ ആ എക്സിൽ നിന്ന് 1 മൈനസ് ചെയ്യുക, x-1 ഇൻറ്റു x-2 എക്സെട്ര 2 ഇൻറ്റു 1. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 3 വാല്യൂ താഴോട്ട് എഴുതണം എന്നാണ്. താഴോട്ടുള്ള 3 വാല്യൂ, അതായത് 3 ഉൾപ്പെടെയുള്ള 3 വാല്യൂ. അപ്പോൾ എന്താ വരിക? 3 ഫാക്ടോറിയൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്: 3 ഇൻറ്റു 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇത് നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കും. അഥവാ +2 സയൻസ് അല്ല എടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണ്. 4 ഫാക്ടോറിയൽ ആണെന്ന് കരുതുക. അപ്പോൾ 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ താഴോട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? 4 വാല്യൂ എഴുതണം ഇവിടെ. എങ്ങനെ എഴുതുക? 4 ഉൾപ്പെടുന്ന താഴോട്ടുള്ള 4 വാല്യൂ. അപ്പോൾ എങ്ങനെ വരിക? 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 2 24, 24 ഇൻറ്റു 1 24. അപ്പോൾ 4 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എത്ര കിട്ടി? 24 എന്ന് വന്നു. ഇനി 2 ഫാക്ടോറിയൽ ആണെങ്കിൽ എങ്ങനെയാണ് ആൻസർ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഉൾപ്പെടുന്ന താഴോട്ടുള്ള എത്ര വാല്യൂ എഴുതണം? 2 വാല്യൂ. അപ്പോൾ 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. പിന്നെ 3 ഫാക്ടോറിയൽ എഴുതിയല്ലോ. എങ്ങനെ എഴുതിയത്? 3 ഉൾപ്പെടുന്ന താഴോട്ടുള്ള 3 വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതൊന്ന് ജസ്റ്റ് ഒരു നോട്ടായി പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ആവശ്യം വരും. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്തായിരുന്നു? e⁻⁻m. നിങ്ങളിതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്ന്. എന്തായിരുന്നു? P of x, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ P of x ഈക്വൽ ടു e⁻⁻m m⁻x ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ. ഇവിടെ ഈ x ഫാക്ടോറിയൽ കാണാനാണ് ഇപ്പോൾ ആ കാര്യം പറഞ്ഞു തന്നത്. ഇനി e⁻m എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തത് നോട്ടായിട്ട് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ കാണാതെ പഠിക്കണം. e⁻m കാണാനുള്ള ഇക്വേഷനാണ് 1 ആൻറ്റി ലോഗ് m ഇൻറ്റു ലോഗ് ഇ. ഓക്കെ, ഒന്നുകൂടി പറയാം. e⁻m ഈസ് ഈക്വൽ ടു 1 ആൻറ്റി ലോഗ് m ഇൻറ്റു ലോഗ് ഇ. ഇവിടെ ലോഗ് ഇയുടെ ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4343. അതും നിങ്ങൾ കാണാതെ പഠിക്കണം. ലോഗ് ഇയുടെ വാല്യൂ എത്രയാണ്? 0.4343. ഓക്കെ, അപ്പോൾ e⁻m കാണാനുള്ള ഇക്വേഷൻ 1 ആൻറ്റി ലോഗ് m ഇൻറ്റു ലോഗ് ഇ എന്നാണ്. ലോഗ് ഇയുടെ വാല്യൂ 0.4343 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. നമുക്ക് ആ ഇക്വേഷൻ മുഴുവനായിട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഭാഗം കൂടി അറിഞ്ഞിരിക്കണം. ഇനി അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ m എന്നതിന് പകരം നമ്മൾ 2.5 എന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്താ വരിക? 1 ആൻറ്റി ലോഗ് 2.5 ഇൻറ്റു ലോഗ് ഇക്ക് പകരം ഏത് കൊടുക്കാം? 0.4343 എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നു അതേ എക്സാമ്പിൾ. സോ m എന്നതിന് പകരം e⁻2.5 ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ് 1 ആൻറ്റി ലോഗ്. ഇവിടെ m ഇൻറ്റു എന്നതിന് പകരം 2.5 ഇൻറ്റു
ലോഗ് ഇ എന്നല്ല, ലോഗ് ഇയുടെ വാല്യൂ എത്രയാണ്? 0.4343. അപ്പോൾ ലാസ്റ്റ് ആൻസർ ഇങ്ങനെ വരും. അതിൻ്റെ ഫൈനൽ ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0821 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇതെങ്ങനെയാണ് വന്നതെന്ന് ക്ലിയർ അല്ലേ? ഇനി ബാക്കി വരുന്നത് പ്രോബ്ലംസ് ആണ്, അത് നമുക്ക് നോക്കാം.